Hello students, hope you are all doing good. അല്ലേ കോവിഡ് ആണ്, സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് ഇന്നത്തെ പഠിക്കാം അല്ലേ. ഇപ്പോൾ ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന പോലെ we will be dealing with unit 2 words and deeds, and the first chapter is and then Gandhi came. സോ ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ വൺ ഓഫ് ദ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എസ്സേ അല്ലെങ്കിൽ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ ഏത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എഴുതിയതാരാ? ജവഹർലാൽ നെഹ്റു. സോ ജവഹർലാൽ നെഹ്റു ഒക്കെ എഴുതുമ്പം the thing is that would be embedded with ideas. ഒരു ഐഡിയകളുടെയും നല്ല വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ പദസമ്പത്ത്, നല്ല വാക്കുകൾ കൊണ്ടും നല്ല ഫ്രേസസ് കൊണ്ടും ഒക്കെ വളരെ മനോഹരമായിട്ടാണ് അവരൊക്കെ എഴുതുന്നത്. സോ നമ്മളെ പോലുള്ളവർക്ക് ഇറ്റ് വുഡ് ബി വെരി ഹാർഡ് ടു ഗ്രാസ്പ് ഇറ്റ്. അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. അതുപോലെ തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോറും ഒക്കെ എഴുതുന്നതും ഐഡിയാസിൻ്റെ എംബോഡിമെൻ്റ് അല്ലെ ഐഡിയാസിൻ്റെ എപ്പിത്തമാണ്. ഇവരെല്ലാം ആ ഒരു ഐഡിയ എന്ന് പറയുന്നതിനെ കുത്തി നിറച്ച് എഴുതുന്നവരാണ്, അതും വളരെ മനോഹരമായിട്ട്. സോ വി വിൽ ഹാവ് ടഫ് ഇൻ റീഡിങ് ഇറ്റ്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് പഠിക്കാമായിരുന്നു. ഞാൻ ഇന്നിത് ചെയ്യാൻ പോകുന്നത് ഒരു പാരഗ്രാഫിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മറി പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ഷൻ അല്ലേ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ അല്ലെ ഈ ഒരു യൂണിറ്റ് മൊത്തത്തിൽ യു വിൽ ബി ഡീലിംഗ് വിത്ത് ദി ആക്ഷൻ ആൻഡ് വേർഡ്സ്, ദ നെസസിറ്റി ഓർ ആക്ഷൻ, ദ ഗ്രേറ്റ്ഫുൾനെസ് ഇൻ തോട്ട്. ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു യൂണിറ്റിൽ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആൻഡ് ദെൻ ഗാന്ധി കെയിമിലോട്ട് കയറാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ആൻഡ് ദെൻ ഗാന്ധി കെയിം. എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അതിലേക്കാണ് ആര് വന്ന് കയറിയത്? ഗാന്ധിജി വന്നത്. സോ ഇത് ഡിസ്കവറീസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വളരെ പ്രശസ്തമായ ബുക്കിലെ ചെറിയൊരു അടർത്തിയെടുത്തൊരു ഭാഗമാണ്. ഓക്കെ, അപ്പം ഇതിൽ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു സിറ്റുവേഷനിലേക്കാണ് ഗാന്ധിജി വന്നത്. അതേതാണ് ആ സിറ്റുവേഷൻ എന്നുള്ളതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫ്. നമുക്കറിയാം ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത് വേൾഡ് വാറിന് ശേഷമൊക്കെയാണല്ലേ. ആ വേൾഡ് വാർ എൻഡ് ചെയ്ത സമയത്ത് ഗാന്ധിജി ഇങ്ങോട്ട് വരികയും ഗാന്ധിജിയെ പൊളിറ്റിക്സിലോട്ട്, രാഷ്ട്രീയത്തിലോട്ടും അതിലപ്പുറം ഈ ഒരു സേവനങ്ങളിലോട്ടും ഒന്ന് വാ എന്ന് വിളിച്ച് ഇൻസ്പയർ ചെയ്തത് ആരാന്നറിയോ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, അപ്പം ഇദ്ദേഹമാണ് ഗാന്ധിജീനെ എന്തിലോട്ട് കൊണ്ടുവരുന്നത്? ഈ ആദ്യത്തെ ബ്രിട്ടീഷുകാർക്ക് എഗൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇൻഡിജീനസ് എന്ന് പറഞ്ഞാൽ നേറ്റീവ് സ്ട്രഗിൾ ആയിരുന്ന ചമ്പാരൻ മൂവ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു 1917 ആണെന്ന്. അപ്പോൾ ഈ 1917 ചമ്പാരൻ മൂവ്മെൻറ്റിലോട്ട് ഗാന്ധിജി വന്ന് കയറുന്നത്. അപ്പം ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആദ്യത്തെ ഫ്രീഡം അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് ടെറണിക്ക് എഗൻസ്റ്റ് അല്ലെ ബ്രിട്ടീഷ് റൂളിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് പ്രതിഷേധിച്ചതാണ് ഈ ചമ്പാരൻ മൂവ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. അത് ജസ്റ്റ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഇനിയാണ് വായിക്കുമ്പോൾ മനസ്സിലാവേണ്ടത്. അപ്പം എങ്ങനെയുള്ളൊരു രാജ്യത്തിലോട്ടാണ് ഗാന്ധിജി വന്ന് കയറിയത്? ബ്രിട്ടീഷ് റൂള് അല്ലെ ബ്രിട്ടീഷ് കോളനൈസ് ചെയ്ത ഇന്ത്യയിലോട്ട്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോളനൈസ്ഡും കോളനൈസർ എന്ന് പറയുന്ന രണ്ട് വാക്കുണ്ട്. കോളനൈസ്ഡ് ആൻഡ് കോളനൈസർ. ആരാണ് ഈ കോളനൈസ്ഡ്? ആരെയാണോ അടിമയാക്കിയിരിക്കുന്നത് അല്ലെ ആരുടെ മേലാണോ ആ പവർ അങ്ങോട്ട് വെച്ചിരിക്കുന്നത് അവരാണ് കോളനൈസ്ഡ്. ഓക്കെ, ആരാണോ പോയി അധികാരം ചെലുത്തിയത്, ആരാണോ വേറൊരു രാജ്യത്തിൽ അല്ലെ വേറൊരു ആളുടെ അടുക്കെ പോയി അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നത് അതാണ് കോളനൈസർ. ഓക്കെ, അതെങ്ങനെ പറയാൻ പറ്റും? ബ്രിട്ടീഷേഴ്സ് കോളനൈസ്ഡ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു ടിറണി എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയണ്ടേ, അരാജകത്വം നിറഞ്ഞ ആ ഒരു സമയത്തിൽ ഒന്നാമതേ ഫ്രീഡം ഇല്ല. ഈ വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റും കുറച്ചുകൂടെ ക്രൂവലായി ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത്, വളരെ ക്രൂവലായി ഇത്. അതുകൊണ്ട് തന്നെ നമ്മളവരെ പേടിച്ചിരുന്നു. ഫിയർ. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നുണ്ട് നമ്മളെ അടിമയാക്കാൻ ബ്രിട്ടീഷേഴ്സ് ഉപയോഗിച്ചിരുന്ന ആ ഒരു സംഗതിയായിരുന്നു എന്ത്? ഫിയർ. അവരുടെ പോലീസിനോടുള്ള ഫിയർ, അവരുടെ സോൾജേഴ്സിനോടുള്ള ഫിയർ, അവർ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഫിയർ, അവരുടെ അൺഎംപ്ലോയ്മെൻറ്റിനോടുള്ള ഫിയർ, പോവർട്ടിയോടുള്ള ഫിയർ. അങ്ങനെ ഫിയർ എന്ന് പറയുന്ന എലമെൻറ്റ് കാരണമാണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചത് എന്നാണ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ എല്ലാ ഫ്രീഡം ഫൈറ്റേഴ്സും പറയുന്നത്. അപ്പം ഇദ്ദേഹം ഈ ഒരു എസ്സേയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
അങ്ങനെ വളരെ ടിറനിക്കായിട്ടുള്ള വളരെ മോശം പിടിച്ചൊരു സാഹചര്യത്തിൽ നമ്മുടെ ഗാന്ധിജി ഇങ്ങോട്ട് വരികയും വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മൊത്തത്തിൽ കളറ് മാറ്റുവാണ്. എന്ത് ചെയ്യുകയാണ്? ഫ്രീഡം മൂവ്മെൻറ്റുകളോടും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഒക്കെ വരികയാണ് ആ സമയം. അതിനുശേഷം അപ്പം ഗാന്ധിജിയുടെ ആ വരവിനെ ഇരുട്ട് നിറഞ്ഞ ആ ഒരു റൂമിലേക്ക് വെളിച്ചം കയറി വരുന്നത് പോലെയാണ് ഇവിടെ പറയുന്നത്. സോ ഒരു ഡാർക്ക്നെസ്സിനെ, ഇരുളിമയിൽ നിന്നും വെളിച്ചത്തിൻ്റെ ആ ഒരു നൈർമല്യവും ആ ഒരു ഹോപ്പും വിശ്വാസവും ഒക്കെ നമ്മളെ തരുന്ന ഒരു രൂപമായിട്ടാണ് ഗാന്ധിജിക്ക് വരുന്നതിനെ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഓരോ പാരഗ്രാഫിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൻ്റെയാണ് ഈ പറഞ്ഞ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പോവർട്ടി ആണെങ്കിലും എല്ലാം എക്സ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ വിയർപ്പിനും നമ്മുടെ കണ്ണീരിനും വിലയില്ലായിരുന്ന ആ ഒരു ദുരിതം പിടിച്ച സമയത്ത്, എല്ലാത്തിനോടും പേടിയുണ്ടായിരുന്ന സമയത്ത്, നമ്മുടെ കൈയും കാലും തളർത്തിയിട്ടിരുന്ന ആ സമയത്ത്, പാരലൈസ്ഡ് ആക്കിയ ആ സമയത്ത്, അപ്പോഴാണ് ഗാന്ധിജി വരുന്നത്. ദെൻ ഗാന്ധി കെയിം. എവിടുന്ന്? ആഫ്രിക്കയിൽ നിന്ന്. ഓക്കെ. സോ എങ്ങനെയാണ് ഗാന്ധിജിയുടെ വരവിനെ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, he was like a powerful current of fresh air that made us stretch ourselves and take deep breath, like a beam of light that pierced the darkness and removed the scales from our eyes, like a whirlwind that upset many things, but most of all the working of people's mind. He did not descend from the top. He seemed to emerge from the millions of India, speaking their language. അതാണ് ഗാന്ധിജിയുടെ വരവിനെ തേർഡ് പാരഗ്രാഫിൽ പറയുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഗാന്ധിജി വന്നത്? ഒരു വളരെ കൂളായിട്ടുള്ള, വളരെ റിലാക്സിങ് ആയ ഒരു കാറ്റ് പോലെ, എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ട്രെച്ച് ചെയ്യൂലേ, അതുപോലെ വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാറ്റിൻ്റെ അത്രയും നശിച്ചിരിക്കുന്ന നമ്മളിൽ ഒരു കാറ്റ്, നമ്മൾ അത്രയും തളർന്നിരിക്കുമ്പോൾ ഒരു കാറ്റ് വന്ന് നമുക്കൊരു മനസ്സുഖമില്ലേ, അതുപോലെ അത്രയും അനുഭവിച്ചിരിക്കുന്നവരുടെ നമ്മളുടെ നേരെ ഒരു ചെറിയ പുതുകാറ്റ്, വളരെ സോഫ്റ്റ് ആയിട്ടൊരു ബ്രീസ് പോലെയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇരുളിമയെ കീറി മുറിച്ച് വരുന്ന, ഡാർക്ക്നെസ്സിനെ പിയേഴ്സ് ചെയ്യുന്ന, കീറുന്ന ഒരു ബീം ഓഫ് ലൈറ്റ്, വെളിച്ചത്തിൻ്റെ ഒരു ബീം റേ ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. ആൻഡ് എല്ലാത്തിനെയും തല കീഴാക്കുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? അദ്ദേഹം ഉയർന്ന കുലത്തിൽ നിന്നും അല്ലെങ്കിൽ മണ്ടയ്ക്ക്, ഇന്ത്യയുടെ ആ ഒരു ക്ലാസ്സിൻ്റെ ഏറ്റവും ഉയർന്ന ക്ലാസ്സിൽ നിന്ന് വന്ന ആളൊന്നുമല്ല. ഹി ഈസ് എ കോമൺ മാൻ. മില്യൺ കണക്കിന് ഇന്ത്യക്കാരിൽ ഒരുവനായിരുന്നു ഗാന്ധിജിയും. അദ്ദേഹം ഏത് ഭാഷ സംസാരിച്ചു? ഇന്ത്യയുടെ ഭാഷ സംസാരിച്ചു. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ. ആൻഡ് ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ പൊളിറ്റിക്കൽ ഫ്രീഡം അദ്ദേഹം വന്നതോടുകൂടി ഒരു മാറ്റം, ഗാന്ധിജി വന്നതോടുകൂടി ഒരു മാറ്റം സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ ഒന്നെങ്കിൽ നമ്മൾ പാർഷ്യലി അതിനെ അക്സെപ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അതിനെ ഉപേക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ എസെൻസ് ഓഫ് ടീച്ചിങ്, അദ്ദേഹം എന്താണ് നമ്മുടെ ജനതയെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ഫിയർ ആണ് നമ്മളെ ഏറ്റവും വലിയ ശത്രു. അതിനെ തോൽപ്പിക്കാൻ പേടിയില്ലാതാക്കാനാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ പേടിയാവാതിരിക്കുക, അല്ലെങ്കിൽ പേടിയില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനോടും പേടിയില്ല എന്നുള്ള അർത്ഥമല്ല. ദ കറേജ് ടു ഫേസ് എവറിഥിങ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കോണ്ടെക്സ്ച്വൽ മീനിങ്. അപ്പം ആ ഒരു നമ്മുടെ മനസ്സിൽ ഫിയർ എന്ന് പറയുന്ന എലമെൻറ്റേ ഇല്ലാത്തൊരവസ്ഥ, ആ ഒരു ഫിയർ, ദി ആബ്സെൻസ് ഓഫ് ഫിയർ, അതാണ് ഫിയർലെസ്നെസ്സിൽ ഗാന്ധിജി കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനോടൊക്കെയുള്ള ഫിയർ ആണ് നമുക്ക് ഇല്ലാതാവേണ്ടത്? ആ സമയത്ത് നമുക്ക് എന്താണ്, ഒപ്രസ് ചെയ്യുന്ന, നമ്മളെ വലിഞ്ഞു മുറുക്കുന്ന ബ്രിട്ടീഷുകാരോടുള്ള പേടി, നമ്മുടെ മണി ലെൻഡേഴ്സ്, കടം തരുന്ന, അല്ലെങ്കിൽ അറിയാമല്ലോ ജന്മികളോടുള്ള പേടി, അതുപോലെ തന്നെ എങ്ങനെയാണ് പോലീസിനോടും ആർമിയോടും ഉള്ള പേടി. അന്നൊക്കെ സീക്രട്ട് സർവീസ് ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അറിയാനായിട്ട് ബ്രിട്ടീഷുകാരുടെ ഇടയിൽ സീക്രട്ട് സർവീസ് ഉണ്ട്. ആ സീക്രട്ട് സർവീസിനോടുള്ള പേടി ഇല്ലാതാവുക. അതുപോലെ തന്നെ ലാൻഡ് ലോഡിനോടുള്ള പേടി ഇല്ലാതാകുക. പ്രിസൺ എന്ന് പറയുന്നത് പേടി ഇല്ലാതാകുക. നമുക്കറിയാം എല്ലാ ഫ്രീഡം ഫൈറ്റേഴ്സും കുറേ കാലഘട്ടം അവർ പ്രിസണിൽ തന്നെ കിടന്നാണ്. ആ സമയത്താണ് ഏറ്റവും വലിയ വർക്കുകൾ അവർ എഴുതിയതും. അപ്പം അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റിനോടും സ്റ്റാർവേഷൻ, വിശപ്പിനോടും ഒക്കെയുള്ള പേടി നിങ്ങൾ മാറ്റുക. നമുക്ക് പേടി വരുമ്പോഴാണ് നമ്മളങ്ങ് അംഗീകരിക്കുന്നതും നമ്മൾ അനുസരിക്കുന്നതും. സോ ആ പേടി നിങ്ങൾ മാറ്റുക മനസ്സിൽ നിന്നും. ആൻഡ് അദ്ദേഹം വേറൊരു കാര്യം പറയുന്നു, ബി നോട്ട് അഫ്രെയ്ഡ്, പേടിയില്ലാതെയും
ഇരിക്കുക. ആൻഡ് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പേടി നമ്മുടെ ഉള്ളിൽ നിന്നും മാറുമ്പോൾ, നമ്മുടെ മനസ്സിൽ പേടി എന്ന് പറയുന്ന കമ്പണൻറ്റ് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇത്രയും നാളും നമ്മളെ അടിമയാക്കിയവരുടെ പൂർണ്ണമായ വിഷ്വൽ നമുക്ക് കിട്ടുകയാണ്. ഇവർ ഇത്ര ഉള്ളോ എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരുവാണ്. ഇദ്ദേഹം ഈ ആക്ഷനെ ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ, മാനസികപരമായിട്ടുള്ള ഒരു ആക്ഷനായിട്ടാണ് പറയുന്നത്. അപ്പം മനസ്സിൽ നിന്ന് പേടി മാറിയാൽ, മനസ്സിനെ മാറ്റിയാൽ നമ്മുടെ ആക്ഷനും ചിന്തകളും സ്വാഭാവികമായിട്ടും മാറും. അപ്പം ആ മനസ്സിനെ ട്രീറ്റ് ചെയ്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് ഓരോ ആശയങ്ങളെയും ഓരോ ഐഡിയസിനെയും കൊണ്ടുവരുന്നത്. അപ്പം ഇവിടെ ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ ഗാന്ധിജിയെ ഉപമിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഉറങ്ങുകയാണ് എന്നും പറഞ്ഞ് നമ്മുടെ പാസ്റ്റിൽ പോയി നമുക്ക് എവിടാണോ നമ്മൾ പോലും അറിയാതെ കിടക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റ് അതിനെ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും, നമ്മുടെ പ്രസൻസ് ശരിയാവും, നമ്മുടെ ഫ്യൂച്ചറും ശരിയാവും. അപ്പം സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്, എവിടോ നടന്ന് നമ്മളറിയാത്ത നമ്മുടെ ആ പ്രശ്നത്തെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുകയാണ്. അത് തന്നെയാണ് ഗാന്ധിജിയും ചെയ്തത്. എവിടോ നമ്മുടെ ഉള്ളിൽ കിടന്ന ആ ഒരു പേടിയെ ഗാന്ധിജി എന്ത് ചെയ്തു, നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യാണ്, എടുത്ത് മാറ്റുകയാണ്, നമ്മുടെ പാസ്റ്റിൽ പോയി. ഓക്കെ, അത് കഴിഞ്ഞ് അൺകോംപ്രമൈസിങ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു തീം കൂടെ ഗാന്ധിജി കൊണ്ടുവരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. അപ്പം ഫിയർലെസ്നെസ് ആൻഡ് compromising truth. ഓക്കെ ആണോ? ഈ അൺകോംപ്രമൈസിങ് ട്രൂത്ത് എന്ന് പറയുമ്പം എന്ത് വന്നാലും, എത്ര കയ്പാണ് സത്യമെങ്കിലും അതിനെ അംഗീകരിക്കാനുള്ള മനസ്സ്, ആ ഒരു ഷെയിം, ട്രൂത്തിനോടുള്ള ആ ഷെയിം മാറുന്ന ആ ഒരു കണ്ടീഷൻ. ഓക്കെ, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് സത്യം? I don't know for certain, and perhaps our truth, a relative and absolute truth, is beyond us. നമ്മുടെ സത്യങ്ങളെല്ലാം എങ്ങനെയാണ്, നമ്മൾ കാണുന്നതിനപ്പുറമുള്ള ഒരു സത്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ നമ്മൾ കാണുന്നതോ അനുഭവിക്കുന്നതോ അല്ല, അതിനപ്പുറം ഒരു പരമമായ സത്യം ഉണ്ട്. Different persons may and do take different views of truth, and each individual is powerfully influenced by his own background, training and impulses. So also Gandhi, but truth is, at least for an individual, what he himself feels and knows to be true. അപ്പം ഒരു കാര്യത്തിൽ പലർക്കും അവരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ശരിയാവാം, തെറ്റാവാം. നമ്മൾക്ക് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമുക്ക് നമ്മുടേതായ ചിന്ത വെച്ച് ആ കാണിച്ച ശരിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളും നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മുടെ ഈ സത്യം എന്ന് പറയുന്ന കാര്യത്തിനെ കണ്ടുപിടിക്കുന്നതിലും അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനെയും ബാധിക്കുന്നുണ്ട്. സോ ദ വേ ഹൗ വി ആർ ബ്രോട്ട് അപ്പ്, what is our background, what is our cultural difference, how educated are we, what is our perspective, according to all these factors, truth may differ from individual to individual. But എന്താണ് അതിൻ്റെ പ്ലസ് പോയിന്റ്, for that person what he said is true. ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് സത്യമാണ്, മറ്റുള്ളവർക്ക് അത് സത്യമാവണമെന്ന് ഇല്ല, കാരണം he looks from his point of view. So according to me what I said is true because for me it is true. ഓക്കെ, അപ്പം നമ്മൾക്ക് അത് സത്യമെന്ന് തോന്നുന്നു എന്നുള്ള ആ ഒരു, അപ്പം ട്രൂത്തിനൊരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അക്കോർഡിംഗ് ടു പേഴ്സൺ സത്യം എന്ന് പറയുന്നത് മാറും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അത് സത്യമായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, I എന്ന് പറഞ്ഞ ഇവിടെ ജവഹർലാൽ നെഹ്റു, I do not know of any person who holds the truth as Gandhi does. അപ്പം ജവഹർലാൽ നെഹ്റു പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഗാന്ധിജിയെ പോലെ സത്യം എന്ന് പറയുന്നതിന് ഇത്രയും ചേർത്ത് പിടിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. I haven't seen anyone like him. And this is a dangerous quality in a politician, for he speaks out of his mind and even lets the public see its changing faces. അപ്പോൾ പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് സത്യം പറയുക എന്ന് പറയുന്നത് പലപ്പോഴും ഇദ്ദേഹം പറയുന്ന സത്യങ്ങൾ ആരാണ് കേൾക്കുന്നത്,
നമ്മളെപ്പോലുള്ള കോമൺ ആൾക്കാരാണ്. അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചിരിക്കും ആ ഒരു സോഷ്യൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പം സൊസൈറ്റി ഇതെങ്ങനെ കാണുന്നു, ഒരു പൊളിറ്റീഷ്യൻ പറയുമ്പോൾ അപ്പോൾ സത്യം പറയുന്ന ആൾക്കാരാരാണോ അവർ കൂടുതൽ ഉന്നതിയിലിരിക്കുന്നവർ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതിൽ ഏറ്റവും നന്നായിട്ട് സത്യം ചേർത്ത് പിടിച്ചയാളായിരുന്നു ഗാന്ധിജി. ഓക്കെ, ഗാന്ധിജി, ഇനി ഇൻഫ്ലുവൻസ് ഓഫ് ഗാന്ധിജി എന്താണ് എന്നുള്ളതാണ്. ഗാന്ധിജി ഇൻഫ്ലുവൻസ്ഡ് millions of people in India in varying degrees. എല്ലാവരെയും ഒരുപോലെ അല്ല ഗാന്ധിജി സ്വാധീനിച്ചത്, പലരെയും പല രീതിയിലാണ്. ഹി ഇൻഫ്ലുവൻസ്ഡ് മില്യൻസ് ഇൻ ഡിഫറെൻറ്റ് വേ, നോട്ട് ഇൻ എ സെയിം വേ, ഡിഫറെൻറ്റ് വേ. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? Some change the whole texture of their lives. അപ്പം ചിലർ അവരുടെ ഫുൾ ജീവിതത്തിൻ്റെ ടെക്സ്ചറും സ്ട്രക്ചറും അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടും ദ വേ ദേ ലിവ്, എവറിഥിങ് വാസ് ചേഞ്ച്ഡ് ബൈ ഗാന്ധിയൻ ഐഡിയോളജീസ്. ആൻഡ് അതേഴ്സ് were only partially affected. ചിലരെങ്ങനെയാണ്, അവർക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് എല്ലാം ഒന്നും സ്വീകരിക്കാതെ, ഇപ്പം കറപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സത്യത്തെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും അവർക്ക് ഗുണമുള്ള രീതിയിൽ സം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ട്രൂത്ത് മാത്രം ചിലർ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ സം വാസ് പാർഷ്യലി മൂവ്ഡ് ബൈ ഗാന്ധിയൻ ഐഡിയോളജീസ് and or the effect wore off, and yet not quite, for some part of the would be wholly shaken off. Different people reacted differently and each will give his own answer to this question. അപ്പം ചിലരെ ഒരു വിധത്തിൽ സ്വാധീനിച്ചിട്ടില്ല ഉള്ള കാര്യമാണ് അത്. അപ്പം ചിലരെ ഒട്ടും സ്വാധീനിച്ചിട്ടില്ല, ചിലരെ ചെറിയ രീതിയിൽ, ചിലരെ പൂർണ്ണമായിട്ട് മാറ്റി. അപ്പം ഓരോരുത്തരെ എങ്ങനെയാണ് ഗാന്ധി മാറ്റിയതെന്ന് ചോദിച്ചാൽ യു വിൽ ഹാവ് ടു ആസ്ക് ദം, നോട്ട് മീ. സോ according to Nehru, what Gandhian ideologies or how Gandhian ideologies affected the common people differs differently or differs in different levels. For some, they changed entirely the way they used to live, the way they used to see things, their attitude, everything used to change. And for some people, only they had partial changes in their life which benefited them. They looked only the benefit, and some was not even changed. So his call of action was twofold. Very important. എപ്പോഴും ചോദിക്കുന്നതാണ്, എന്താണ് ഗാന്ധിയൻ ആക്ഷൻ ടൂഫോൾഡ് എന്ന് പറയാൻ കാര്യം? ടൂഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഉദ്ദേശമുള്ള, അല്ലെങ്കിൽ രണ്ട് ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയാം. രണ്ട് കാര്യങ്ങൾ ഒരു ഇത് നോക്കുമ്പം രണ്ട് കാര്യങ്ങളും നടക്കുന്ന രീതിയിൽ. There was of course the action involved in challenging and resisting the foreign rule. There was also the action which led us to fight against our own social evil. So a two-fold എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. two-fold ആക്ഷൻ ആണ് ഗാന്ധിയുടേത്. എന്തായിരുന്നു രണ്ട് ഉദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ദി എയിം? there was two aim for his action for freedom. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, to free India from Britishers. സ്വാഭാവികം, ബ്രിട്ടീഷേഴ്സിൽ നിന്നും ഇന്ത്യയെ മുക്തയാക്കുക. ആൻഡ് സെക്കൻഡ് വൺ, ടു ഫ്രീ ഇന്ത്യ ഫ്രം ഹെർ ഓൺ സോഷ്യൽ ഈവിൾസ്. എന്താണ് ഈ സോഷ്യൽ ഈവിൾസ്? സതിയാവാം, ചൈൽഡ് മാരേജ് ആവാം, അല്ലേ? അല്ലെങ്കിൽ എന്താണ്, തെറ്റ് ചെയ്യുമ്പം കാണിക്കുന്ന വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഐഡിയാസ് ആവാം. ഉദാഹരണം പറഞ്ഞാൽ, നീ കള്ളം കാണിച്ചില്ലേ, നീ കനലിൽ കൂടെ നടക്കും, നിന്റെ കാല് പൊള്ളിയില്ലേ, നീ പറഞ്ഞ സത്യവാ എന്നുള്ള രീതിയിൽ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഐഡിയാസ്, ബലി കൊടുക്കുക, ഇങ്ങനത്തെ പല കാര്യങ്ങളും അന്ന് സോഷ്യൽ ഈവിളായിട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നതായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ ഇന്ത്യ വരുന്ന എന്തിനാന്നാ? നിങ്ങളെപ്പോലുള്ള സാവേജ് അല്ലെ അൺകൾച്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ച് കൾച്ചർ പഠിപ്പിക്കാനാ എന്നുള്ള രീതിയിലാണ് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലോട്ട് കയറി വന്നത്. ബട്ട് there was half a part of it was true because there existed social evils which even Gandhiji wanted to abolish. അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടിതിൽ നിന്നായിരുന്നു. ടൂഫോൾഡ് ഫേസ് ആയിരുന്നു, അല്ലെ ടൂഫോൾഡ് ആക്ഷൻ ഫോർമുലയായിരുന്നു ഗാന്ധിജിയുടേത്. ഫസ്റ്റ് വൺ, ടു ഫ്രീ ഇന്ത്യ ഫ്രം ബ്രിട്ടീഷേഴ്സ് യൂഷ്വൽ, ആൻഡ് ദ സെക്കൻഡ് വൺ, ടു ഫ്രീ ഇന്ത്യ ഫ്രം ഹെർ ഓൺ സോഷ്യൽ ഈവിൾസ്. ഓക്കെ ആണോ? Apart from the fundamental objective of the Congress, freedom of India, and the method of peaceful action, the principal plank of the Congress were national unity, which involved the solution of the minority problems and rising of a depressed classes and the ending of the curse of untouchability. അപ്പം ഇനി ഇത് ഗാന്ധിജീസ് എന്താണ് ടൂഫോൾഡ് ഫേസ് ആണ് ഈ പറഞ്ഞത്. ഇനിയും ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു.
കോൺഗ്രസ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിൽ അവർ ആഗ്രഹിച്ച വേറെ കുറച്ച് കാര്യങ്ങളാണ് എന്ത്? നാഷണൽ യൂണിറ്റി. നാഷണൽ യൂണിറ്റി. സെക്കൻഡ് വൺ, ടു ഫ്രീ ഇന്ത്യ അല്ലെങ്കിൽ ടു ഫ്രീ ഓർ എൻഡ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയെ ഇല്ലാതെയാക്കുക. അതുപോലെ തന്നെ ടു കൺസിഡർ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പറഞ്ഞു തരാം, വെയിറ്റ് ചെയ്യേ കേട്ടോ. മൈനോറിറ്റീസിനെ കൺസിഡർ ചെയ്യാം. ആൻഡ് ഡിപ്രസ്ഡ് ക്ലാസിൻ്റെ ഡെവലപ്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തു നാഷണൽ യൂണിറ്റി? നമ്മളെ ബ്രിട്ടീഷേഴ്സ് എങ്ങനെയാണ് ഭരിച്ചത്? ഡിവൈഡ് ആൻഡ് റൂൾ, അങ്ങനെയാണ് അവർ നമ്മളെ ഭരിച്ചത്. അപ്പം ബ്രിട്ടീഷേഴ്സ് നമ്മളെ ഭരിച്ചത് നമ്മളെ വേർതിരിച്ച് മുറിച്ചാണ് അവർ ഭരിച്ചത്. നമ്മൾ സ്വയം ഭരണം ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെ ആവരുത്. എങ്ങനെയാവണം? നാഷണൽ യൂണിറ്റി, എല്ലാ മതക്കാരും തമ്മിൽ, അല്ലെങ്കിൽ അങ്ങനെ മതമൊന്നുമില്ല, ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരെല്ലാവരും തമ്മിൽ ഒരു ഐക്യമല്ലെങ്കിൽ അവർ ഇന്ത്യക്കാർ എന്ന് പറയുന്ന ആ ഒരു സ്പിരിറ്റ് ആവണം ഉണ്ടാവേണ്ടതെന്നും മതത്തെ നോക്കാതെ ഈ ഡിവൈഡ് ചെയ്യാതെ ഇന്ത്യയെ വെട്ടിക്കീറാതെ അതിനെ ഒന്നിച്ചു നിർത്താനാണ് അവർ ആഗ്രഹിച്ചത്. കുറേ കോൺസ്പിറസി അല്ലെങ്കിൽ കുറേ അതിൻ്റെ പുറയിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഒന്നും പറയുന്നില്ല. പിന്നെ വരുന്നതാണ് അൺടച്ചബിലിറ്റി. അറിയാലോ, തൊട്ടുകൂടായ്മ, തൊടാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ലാസ്സിലുള്ള ആൾക്കാർ മറ്റ് ക്ലാസ്സിലുള്ളവർ അല്ലെങ്കിൽ ജാതിയിലുള്ളവർ തൊടാനോ ഒന്നും പാടില്ല. ഇത് തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ശ്വാസം ബ്രത്ത് പുറത്തോട്ട് പോയാൽ they would be considered as untouchable or they would be considered as a curse. അപ്പം അത്രയും ഒരു വൾഗർ ആയിട്ടിരുന്ന ഈവിൾ സിറ്റുവേഷൻ ആയിരുന്നു നമ്മുടെ അന്ന് ഇന്ത്യയിൽ പ്രിവെയിൽ ചെയ്തിരുന്നത്. ദാറ്റ് വാസ് ട്രൂ. സോ ഹി wanted to free India from that curse of untouchability. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ആ അൺടച്ചബിലിറ്റി ഇല്ലാതാക്കാനൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന കമ്മീഷൻ ചെയ്ത എല്ലാത്തിലും എല്ലാ മൈനോറിറ്റിയിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ആൻഡ് വി നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് അവർ അംബേദ്കർ അല്ലേ ഇൻ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ആ സമയത്ത് ഈ അൺടച്ചബിലിറ്റി അല്ലെ ഇവർ എങ്ങനെയാണ് ഇല്ലാതാക്കിയെന്ന് ചോദിച്ചാൽ ബൈ സെറ്റിംഗ് എൻ എക്സാമ്പിൾ. സോ കോൺഗ്രസ് along with Gandhiji set an example to abolish untouchability and to unite India as the whole and to consider minorities. ഇത്രയും നാളും പഠിത്തം കിട്ടാതെ അല്ലെങ്കിൽ എല്ലാവരും എൻസ്ലേവ് ചെയ്ത the person who was oppressed by that Britishers and as well as from the Indian people, അവരെ എല്ലാം എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. they were also considered and depressed class especially ആ ഡെവലപ്മെന്റിനെ അവരെ സഹായിച്ചു. കാരണം അവർക്ക് റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങളും സോ ആ ഒരു ഡെവലപ്മെന്റിനും ഒക്കെ എയിം ചെയ്താണ് കോൺഗ്രസ് ഭരണം അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബ്രോഡർ സെൻസിൽ അവരുടെ ഉദ്ദേശം. സോ അക്കോർഡിംഗ് ടു കോൺഗ്രസ് the freedom just simply meant not just simply meant freedom from everything. It meant national unity, to free India from untouchability or the curse of untouchability, then to consider minorities and as well as to develop the depressed classes so that they too can come to the forefront. Okay ആണോ? മുൻനിരയിലേക്ക് വരാൻ അവരെ സഹായിക്കുക. Realizing that the main props of British rule was fear, prestige, the cooperation of people and certain classes were vested interested were centered in British rule. അപ്പം there was problem. ബ്രിട്ടീഷ് റൂളിൽ കുറേ ഇന്ത്യക്കാർക്ക് കുറച്ച് പേർക്ക് നല്ല ഗുണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഗാന്ധിജിയൻ ഐഡിയോളജിയൊക്കെ എതിർക്കുകയും ബ്രിട്ടീഷുകാരോട് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴും നമ്മളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഇന്ത്യക്കാർ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈവൻ ബ്രിട്ടീഷ് ആർമിയിൽ ഇന്ത്യൻ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ സിവിൽ സർവൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആൾക്കാരാണ്. അംബേദ്കർ സിവിൽ സർവൻ്റ് ആയിട്ട് കിട്ടിയതാണ്. ആൻഡ് ഹി ലെഫ്റ്റ് ദാറ്റ് ജോബ്. ഹി ഡോണ്ട് വാണ്ട് ടു വർക്ക് അണ്ടർ ബ്രിട്ടീഷ്. ഹി കെയിം ബാക്ക് ആൻഡ് ഹി ഫോട്ട് ഫോർ ഫ്രീഡം along with ഗാന്ധിജി. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പം അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ ചിലർ ബ്രിട്ടീഷുകാരുടെ എന്തുകൊണ്ട് ഇന്ത്യ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ബിക്കോസ് സം പീപ്പിൾ സപ്പോർട്ടഡ് ബ്രിട്ടീഷേഴ്സ്. അപ്പം ആ ബ്രിട്ടീഷേഴ്സിൻ്റെ സപ്പോർട്ട് നശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. എവ്രി വൺ ബോയ്കോട്ടഡ് ക്ലാസ്സസ് ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ദെൻ എല്ലാം നമ്മൾ കോപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു മൂവ്മെൻറ്റിലോട്ടൊക്കെ നമ്മൾ വന്നത്. അതാണ് അവിടെ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് ഈ പറയുന്ന ഇന്ത്യൻ ഇക്കണോമിക്സിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു. ഇമോഷണലി ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐഡിയ മനസ്സിലേക്ക് എല്ലാവരുടെയും വരുന്നു. അതിനുശേഷം
എന്താണ് നമ്മുടെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാവണമെന്ന് കരുതുന്നു. അപ്പം ഇതൊക്കെയാണ് മെല്ലെ മെല്ലെ ഇന്ത്യക്കാരുടെ മനസ്സിനെ സ്വാധീനിച്ച് ഞങ്ങൾക്ക് ഇനിയും നന്നായിട്ട് ജീവിക്കണം, ബ്രിട്ടീഷുകാരുടെ കാര്യം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, സത്യം എന്താണോ അതിൻ്റെ കൂടെ നിൽക്കണം. സോ we don't have to fear British, we'll stand with truth, we'll not be oppressed by Britishers, we will be fearless and we'll strongly oppose Britishers എന്ന് പറഞ്ഞ അങ്ങനെ ഇന്ത്യക്കാരുടെ മനസ്സിനെ ആര് മാറ്റി? ഗാന്ധിജി മാറ്റി തുടങ്ങി. ഓക്കെ ആണേ? സോ അടുത്ത പോർഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എന്താണ് നിങ്ങൾക്കൊരു എസ്സേ ആണെങ്കിലോ നിങ്ങൾക്കൊരു ആൻസറിലൊക്കെ എഴുതുമ്പം അടിപൊളിയായിരിക്കും ഇഫ് യു ക്യാൻ ഇൻകോർപ്പറേറ്റ് ദീസ് ലൈൻ. ഇതുപോലൊന്നും എഴുതിയില്ലെങ്കിലും ജസ്റ്റ് ദി എസെൻസ്. ഓക്കെ, I'll read it out. Gandhi and dream of India. How Gandhiji wanted India to be. അല്ലെങ്കിൽ ഫ്രീഡം കഴിഞ്ഞുള്ള ഇന്ത്യയെ പറ്റി ഗാന്ധിജി കണ്ട മനോഹരമായ സ്വപ്നം എന്തായെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു തീം വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ വായിക്കണേ. I shall work. ഇവിടെ ഐ ആരാണ്? മഹാത്മാഗാന്ധി കേട്ടോ. I shall work for an India in which the poorer shall feel that it's their country, in whose making they have an effective voice. അപ്പം എങ്ങനെയാണ് പാവപ്പെട്ടവന് പോലും എന്താണ് ഇതെൻ്റെ രാജ്യമാണെന്ന് പറയാനുള്ള ആർജവം, അവൻ്റെ ശബ്ദത്തിനും കേൾക്കാൻ ഇടമുള്ളെന്ന് വെച്ചാൽ അവനെയും കൺസിഡർ ചെയ്യുന്ന ഒരു ഇന്ത്യ, അവൻ്റെ ആ ചെറിയ ശബ്ദത്തെ പോലും കേൾക്കാൻ മനസ്സുള്ള ഒരു ഇന്ത്യ. An India in which there shall be no high class or low class of people. അവിടെ high class എന്നോ low class എന്നോ വ്യത്യാസമില്ല. An India in which all communities shall live in perfect harmony. ഏത് മതസ്ഥരായാലും ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവരായാലും വളരെ സ്നേഹത്തോടെ ബ്രദർഹുഡിൽ വളരെ സ്നേഹത്തോടെ അവർ ഒന്നിച്ച് ജീവിക്കും. There can be no room for in such India for the curse of untouchability. അപ്പം അങ്ങനെയുള്ള എൻ്റെ ഇന്ത്യയിൽ ഇടമില്ല. എന്തിനൊക്കെ ഇടമില്ല? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയ്ക്ക് ഇടമില്ല എൻ്റെ ഇന്ത്യയിൽ. ആൻഡ് ഓർ ദ കേഴ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ഓർ ഡ്രിങ്ക്സ്. ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്ന വിഷാംശമുള്ള മനുഷ്യനെ മത്തുപിടിപ്പിക്കുന്ന ലഹരികൾക്കോ മരുന്നുകൾക്കോ ഇവിടെ പ്രസക്തിയില്ല. വിമൻ വിൽ എൻജോയ് സെയിം റൈറ്റ്സ് as men. സ്ത്രീകൾ പുരുഷന്മാരുടെ അത്ര തന്നെ അവകാശങ്ങൾ നേടിയ അല്ലെങ്കിൽ അവകാശങ്ങളുള്ള നാട്. ആൻഡ് this is an India of my dream. ഇതാണ് ഞാൻ കാണുന്ന എൻ്റെ ഇന്ത്യ. How is it? An India in which the poor shall feel it's his country, where his voice have an effective place there. Then പിന്നെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? There will be no high class or low class difference ഇല്ല. Every people will live in complete harmony. ഏത് മതത്തിലുള്ളവരാണെങ്കിലും they live in complete harmony. And there will be no room for untouchability. തൊട്ടുകൂടായ്മയ്ക്കിടമില്ല. And there will be no room for intoxicating drugs and drinks. ഡ്രിങ്ക്സിനോ ഇടമില്ല. മെയിൻ വേറൊരു പോയിന്റ് ആണ് വിമൻ. വുമൺ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് വുമൺ. ഇപ്പം വുമൻ എന്ന് പറയുന്നതിൻ്റെ എന്താണ് പ്ലൂറൽ ഫോം വരുമ്പം വി ഷുഡ് സേ വിമൻ. ഓക്കെ, women will enjoy equal rights as men. അന്ന് വരെ പഠിക്കാനോ ഒന്നും പറ്റാതിരുന്ന സ്ത്രീകൾ എങ്ങനെയാണോ പുരുഷന്മാർ ഈ ഇന്ത്യയിൽ എന്തൊക്കെ അവർക്ക് അനുവദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെന്തൊക്കെ ആസ്വദിക്കുന്നു അതെല്ലാം ആസ്വദിക്കാനും എല്ലാത്തിനും അവകാശവുമുള്ള മനുഷ്യരായിട്ട് വിമനെ കൺസിഡർ ചെയ്യുന്ന ഒരു ഇന്ത്യ. ഓക്കെ, പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു inheritance as he was, he tried to give to Hinduism a kind of universal attire and included all religion within the fold of shroom. He refused to narrow his cultural inheritance. India culture, he wrote, is neither Hindu, Islamic, nor any other. Wholly, it is a fusion of all. അപ്പം അദ്ദേഹം ഹിന്ദു കൾച്ചറിൽ വളരെയധികം ഹിന്ദു ആയതിൽ സന്തോഷിച്ച ആളാണ്. കാരണം വേറെ ഒന്നുമല്ല, ഹിന്ദു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇറ്റ് ക്യാൻ ഇൻകോർപ്പറേറ്റ് എനിത്തിങ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സൽ ഇതാണ് പറയുന്നത്. അല്ലാതെ വേറെ ഒരു മീനിങ് അല്ല. എല്ലാ മതത്തെയും ഉൾക്കൊള്ളാൻ മനസ്സുള്ള ഹിന്ദു ആയതിൽ ഹി വാസ് ഹാപ്പി. ഹി വാസ് എ പേഴ്സൺ, ഹി വാസ് ഹാപ്പി ടു ബി എൻ ഹിന്ദു ബിക്കോസ് he have the mind or he have the space where everyone can be included in regardless of his religion. അപ്പോൾ റിലീജിയൻ ഇല്ലാതെ തന്നെ എല്ലാവരെയും ഒന്നിച്ചൊരു കൂടക്കീഴി കൊണ്ടുവരാൻ ആർക്ക് പറ്റും? ഹിന്ദു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റിന് പറ്റും. ആൻഡ് അദ്ദേഹം പറയുന്നു ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെയോ ഒരു ഹിന്ദുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാഴ്സിയുടെയോ ഒന്നുമല്ല. ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ. ഇത് എല്ലാവരുടെയുമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഹൗ റെലവെന്റ് അല്ലേ?
So I want the culture of all possible or lands to be blown about my houses as freely as possible, but I refuse to be blown off my feet by any. I refuse to live in others' houses as an interloper or a beggar or a slave. Influenced by modern thought currents, he never let go of his roots and clung to them. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ എന്ന് പറയുന്ന എൻ്റെ കൾച്ചറിൻ്റെ ചുറ്റിനും അല്ലെങ്കിൽ എൻ്റെ കൾച്ചറിന്മേൽ എത്ര ശക്തമായ കറണ്ട് അടിച്ചോട്ടെ അല്ലെങ്കിൽ കാറ്റ് അടിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏഷ്യൻ കൾച്ചർ, എൻ്റെ ഇന്ത്യൻ കൾച്ചറിൻ്റെ മേൽ എത്ര വെസ്റ്റേൺ കൾച്ചർ വന്നാലും ഐ ബി ഹാപ്പി ടു സീ ഇറ്റ്. അത് കടന്നു പോകുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും. പക്ഷേ എൻ്റെ കാല് അത് എൻ്റെ ആ ഒരു കൾച്ചറിൽ നിന്ന് അപ്രൂട്ടഡ് ആവില്ല. ദാറ്റ് ഈസ് വാട്ട് എവർ കൾച്ചറൽ ചേഞ്ചസ് ലൈക്ക് വെസ്റ്റേൺ കൾച്ചർ ഫ്ലോസ് ത്രൂ ഇന്ത്യ, we will not be blown away with it. We will stick on to our culture, which is Indian culture. ഏത് കൾച്ചർ, ഇദ്ദേഹം നെഗറ്റീവായിട്ടല്ല പറയുന്നത്, ഏത് കൾച്ചർ പോയാലും എനിക്ക് പ്രശ്നമില്ല, ഐ ബി ഹാപ്പി. പക്ഷെങ്കിൽ ഞാൻ എന്തേ ഫോളോ ചെയ്യൂ, ആർ ഓർ മൈ ഇന്ത്യൻ കൾച്ചർ. ഓക്കെ ആണോ? അപ്പം ഈ ഒരു അൺയൂഷ്വൽ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പം ഇത്രയും ഗാന്ധിജി സ്വയം പറഞ്ഞ കാര്യങ്ങളാണ്, നെഹ്റു കേട്ട് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഈ ഇനിയാണ് നെഹ്റുവിൻ്റെ കൺക്ലൂഷൻ വരുന്നത്, ദാറ്റ് ഒരു സൈക്കോളജിക്കൽ റെവല്യൂഷനാണ് നടന്നത്. ഒപ്പോണൻസിനെ പോലും എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ പോലും സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു എന്താണ് പോരാളിയായിരുന്നു, എതിരാളിയായിരുന്നു ഗാന്ധിജി. സോ നമുക്ക് സ്നേഹം തോന്നും, നമുക്ക് റെസ്പെക്റ്റ് തോന്നും, അത് ശത്രുവിനാണെ പോലും ഇദ്ദേഹം കൊള്ളാവല്ലോ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ എന്താ പറയണ്ടേ, ഒരു ആളെ മൊത്തത്തിൽ മാറ്റാൻ കഴിവുള്ള ഒരു വലിയൊരു പ്രതിഭ അല്ലെങ്കിൽ എന്താണ് അമാനുഷിക എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഗാന്ധിജി. എന്ന് വെച്ചാൽ ഒത്തിരി പേരെ സ്വാധീനിക്കാൻ കഴിവുള്ള, അതിനെ എന്താണ് ശരിക്കും റിയലാക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രാപ്തിയുള്ള ഒരു സൈക്കോളജിസ്റ്റ് അല്ലെ ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു ഗാന്ധിജി. ആരെ വരെ അത് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തു, നോട്ട് ഓൺലി ഇന്ത്യൻസ് ബട്ട് ഓൾസോ ഹിസ് ഒപ്പോസേഴ്സ്, അല്ലെങ്കിൽ ആരൊക്കെയാണോ എനിമീസ് അവരെ പോലും എന്ത് ചെയ്തു, ഇൻഫ്ലുവൻസ് ചെയ്തു. അതെ, ഇന്ത്യൻ അല്ലെങ്കിൽ ഗാന്ധിയൻ ഐഡിയോളജി ഇൻഫ്ലുവൻസ് ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് ആണെങ്കിലും ഒത്തിരി പേരുണ്ട്. എനിമി അല്ല, ബട്ട് ഐ വാസ് ജസ്റ്റ് സെയിങ് ഗാന്ധിയൻ ഐഡിയോളജി വളരെ സ്പ്രെഡാണ് വേൾഡിൽ. ഒത്തിരി അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്നും. സോ ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ. സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ ക്വൈറ്റ് സിമ്പിൾ, ബട്ട് യു വിൽ ഹാവ് ടു ഗെറ്റ് ദി മീനിങ്. അതിൽ 3-4 കാര്യമാണ്. ഗാന്ധിജിയുടെ വരവ് എങ്ങനെയായിരുന്നു അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത്, ഗാന്ധിജി വന്നത് എങ്ങനെയാണെന്ന് നെഹ്റു പറയുന്നത്, ബീം ഓഫ് ലൈറ്റ് ആ സംഭവം, ഗാന്ധിജിയുടെ 2-fold ആക്ഷൻ എന്തായിരുന്നു, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആക്ഷൻ എന്തായിരുന്നു, ഗാന്ധിജി കണ്ട ഇന്ത്യ എന്താണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് പോർഷൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓക്കെ, ബൈ.